തിരുവമ്പാടി ആഘോഷ കമ്മിറ്റി അംഗം മണികണ്ഠൻ്റെ സംസ്കാരം ഇപ്പോൾ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത് ശ്രീകുമാരൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, അതീവ വേദനയോടുകൂടിയാണ് പാറമേക്കാവ് തിരുവമ്പാടി ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹിയും ഒക്കെയായ മണികണ്ഠൻ, 33 വയസ്സുകാരനാണ്. ഈ മണികണ്ഠനാണ് ആ പ്രദേശത്ത് ആ സമയം ഈ വെടിക്കെട്ട് പുരയിലെ ആളുകളെ സഹായിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി അവിടെ പോയത്. ആ മണികണ്ഠ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നത്. അല്പസമയം മുൻപാണ്, വീട്ടിലൊരു 10 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ. അതിനുശേഷം അല്പസമയം മുൻപാണ് ഇവിടേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. തുടർന്ന് മറ്റ് നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾ നടന്നു. എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ അധികൃതരെല്ലാം തന്നെ ഈ മേഖലയിൽ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ഈ വെടിക്കെട്ടിൻ്റെയൊക്കെ ചുമതല വഹിച്ചിരുന്ന ശശി അടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ ഈ പ്രദേശത്ത് തുടരുന്നുണ്ട്. ശശിയേട്ടൻ, ഒരു ഒറ്റ നിമിഷം ഇപ്പോൾ നിലവിൽ അവർ സംസാരിച്ചതിന് ശേഷം മറുപടി പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മോഹനേട്ടനെ നമ്മൾ രാവിലെ കണ്ടിരുന്നു. നമ്മൾ രാവിലെ കണ്ട് പിരിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരന്തം നടക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തം തന്നെ. അത് തീരെ പ്രതീക്ഷിച്ചതാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയാൻ, ആധികാരികമായിട്ട് പറയാൻ നമ്മുടെ കമ്മിറ്റി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് ആണ് തീരുമാനങ്ങൾ പറയുക. അതോടെ സെക്രട്ടറി ആളുകളുണ്ടായിരുന്നു ആ മേഖലയിൽ നിന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അതൊന്നും അറിയില്ല നമുക്ക്. അതിൽ നമ്മുടേതായ കുട്ടികൾ 2-3-4 പേര് ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. അത്രയേ ഉള്ളൂ. ആഘോഷ കമ്മിറ്റിയിൽ ഈ വെടിക്കെട്ടിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മൾ ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? അതൊന്നും പറയാറായിട്ടില്ല. തിരുവമ്പാടി ദേവസ്വം അധികൃതർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടിയാലോചിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരും നിൽക്കുന്നത്. സ്വാഭാവികമായി അതിനുശേഷം അവരൊരു പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. അവർ വെടിക്കെട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഔദ്യോഗികമായി തന്നെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടി ആ ഒരു തീരുമാനം അവർ പറയും. എന്തായാലും സർക്കാരിൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. മണികണ്ഠൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്തായാലും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.